ഒരു കുഞ്ഞു മുഖക്കുരു വന്നാൽ പോലും സങ്കടപ്പെടുന്ന നീനുട്ടിൻ്റെ മുഖത്താണ് റബ്ബേ ചിക്കൻ ബോക്സ് വന്നത് കേട്ടോ. ഒരുപാട് കുരു മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു, കാര്യമായിട്ട് മുഖത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരുവിധം മുറിവുകളൊക്കെ ഉണങ്ങി കരിഞ്ഞ് കൊഞ്ഞാടി പോയിട്ടുണ്ട്. പക്ഷെ ഒന്ന് രണ്ടെണ്ണം കലയായിട്ട് വരണോ വരണ്ടേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ 64ാമത്തെ നമ്പറാണ് ഞങ്ങൾക്ക് കിട്ടിയത്. 48 49 നമ്പർ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു, വലിയ കുഴപ്പമൊന്നുമില്ല. കല പോകാനുള്ള ഓൽമെൻറ്റും പിന്നെ ഒരു ചൊറിച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള ഒരു അലർജിക്കുള്ള ഗുളികയൊക്കെ തന്നു. അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങി. അപ്പോൾ നീനുട്ടിക്കാണെങ്കിൽ പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷമാണ് കൂടുതൽ. പിന്നെ സ്കിൻ ഡോക്ടറോട് ഇനിയിപ്പോൾ ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ എന്ന്, റെസ്റ്റൊക്കെ മതിയാക്കാനായിട്ടൊന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, ഇനി ഒരു പ്രശ്നവുമില്ല, ഇനി പകരമൊന്നുമില്ല, അത് പകരമാണെങ്കിൽ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ പകരും, അത് ഇനി ഒരു കുഴപ്പമില്ല, ജോലിക്കൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ആ സന്തോഷമുണ്ട്. പിന്നെ പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷമാണ് നീനുട്ടിൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ. എന്തായാലും ഞങ്ങൾ തിരിച്ച് പോന്നപ്പോൾ നടന്നിങ്ങനെ പോന്നു. ഇനി ഓട്ടോ ഒന്നും വിളിക്കാൻ നിന്നില്ല. പോരുന്ന വീക്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് കടയായി ഞങ്ങൾ മമതയിൽ തന്നെ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങാൻ കരുതി ഞാൻ കുറച്ച് ചിപ്സ് വാങ്ങിയിട്ടോ. കാരണം ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സ്, പിന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടംഗം കൂടി കൊത്തിപ്പറിഞ്ഞ് കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചിപ്സ് വാങ്ങി. നീനുട്ടി എന്താ വാങ്ങേണ്ടതെന്ന് നോക്കി അവസാനം ഇതാ കോലുമിഠായി വന്നു. അവൾക്ക് ഇങ്ങനെ നാരങ്ങ മിഠായി, കോലുമിഠായി അങ്ങനെയുള്ള ഐറ്റംസാണ് ഇങ്ങനെ മിഠായിട്ടിൽ കൂടുതൽ ഇഷ്ടം കേട്ടോ. പിന്നെ അവൾ ഷവർമ്മ വേണോ ബർഗർ വേണോ എന്ന് വെച്ച് നോക്കി. ഞാൻ പറഞ്ഞു അതൊന്നും വാങ്ങാനായിട്ടില്ല, കുറച്ചും കൂടി കഴിഞ്ഞോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഏതായാലും മസാല ബോണ്ടയിൽ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ നടന്ന് ഏകദേശം ഒരു 8 മണിയോടുകൂടിയാണ് വീട്ടിലെത്തിയത്. 6 മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. വന്നപ്പോഴേക്കും ഇതുമ്മോ ട്യൂഷനൊക്കെ പോയിട്ടുണ്ട്. എന്നിട്ട് തന്നെ ഇതാ ഐറൂസിന് കോലുമിഠായി കൊടുത്ത് അവന് ഭയങ്കര ഹാപ്പിയായി. അവൻ ഇവിടെ ദോശയും ചിക്കൻ കറിയൊക്കെ കഴിച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയാണ്. പക്ഷേ കോലുമിഠായി കണ്ടപ്പോൾ അവൻ്റെ കയ്പ്പ് അങ്ങനെ നിർത്തിയിട്ടോ. പിന്നെ മസാല ബോണ്ടിൻ്റെ കവറ് മോളൂൻ്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു, മോളും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. പക്ഷേ എനിക്ക് ഭയങ്കര മടി, പിന്നെ ചായ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയായതുകൊണ്ട് നീനുട്ടി ഇതാ ചായ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. തൽക്കാലം ചായ ഇല്ല, നല്ല അത് തിന്ന് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് പിന്നെ ഒരു 9:30 കൂടിയാണ് ഇതും വന്നത്. ഇതും വന്ന് പിന്നെ പോയപ്പോൾ ഇമ്മച്ചില്ല, എന്തുകൊണ്ട് ഇമ്മച്ചിന്നെ പിന്നെ പറഞ്ഞേക്കാൻ വരാഞ്ഞെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പരാതിയൊക്കെ പറഞ്ഞു. ഏതായാലും എനിക്കുള്ളവിടെ ബോണ്ട അവിടെ ഉണ്ട്, പിന്നെ കോലുമിഠായൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷമായി. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.